വീട്ടിൽ നിന്ന് ഓളാന്നല്ലോ. ഇനി ഫോൺ എടുക്കടാ, അടുത്ത ചായ ആർക്ക് കിട്ടിയെന്ന് അറിയാലോ. ഹലോ. ആ ശരിക്കും ഇത് നമുക്ക് പൊളിക്കണം. ആയോന്ന് വെച്ചാൽ എല്ലാ തണ്ണികളും വിളിച്ചറിയിക്കും. എനിക്കായ കാര്യം ഞാൻ പീരീഡ്സ് ആയ കാര്യം എല്ലാരും വിളിച്ചറിയിക്കാം. നിങ്ങൾ എനിക്ക് പാഡ് മേടിക്കണം. അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് നിന്നെ കൊണ്ടുപോവാ. വൈകുന്നേരം വന്നിട്ട് കൊണ്ടുപോകുന്ന അതൊരു നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ മാറ്റി വെക്കണം. പിന്നെ നിങ്ങൾ മേടിച്ചിട്ട് വന്നാ മതി. ഞാനാ നിങ്ങൾ മേടിച്ചാ കിട്ടൂലേ? ഹലോ ഞാൻ കൊടുക്കാം. മനോരേട്ടാ, ആ മനോരേട്ടാ, ആ ആ ആ ഇപ്പൊ വരാം. ശരി. എന്താടാ? ശാന്തമ്മായി പാർട്ടി ഓഫീസിൽ കൊണ്ട് കംപ്ലൈന്റ് എടുത്തു. മനോരേട്ട ഇപ്പൊ വീട്ടിലേക്ക് വരാം. ഇത് പണിയാന്നല്ല, ഏതായാലും പോയി നോക്കാം. വാ ശുക്രേ, പോയിട്ട് വരുന്നു. ഓ എടാ പ്രമോദ, നിന്റെ അടുക്കുള്ള പൈസ ഇല്ല നമ്മുടെ സഹകരണ ബാങ്ക് കൊണ്ടിട്. ഞാനല്ലേ പ്രസിഡന്റ്, അതാകുമ്പോൾ സേഫ് ആയിരിക്കൂ. ഞാനത് നോക്കാം. ഞാനത് നിന്നെ പിന്നെ വിളിക്കാം. മനോരേട്ടാ. ആ ആ എന്തുണ്ടാകില്ല? മനോരേട്ടൻ നേരത്തെ എത്തിയാ? ആ കുറച്ചു നേരമായി. അമ്മ ചായ കൊടുത്താ? അയ്യോ വർത്തമാനത്തിനിടയ്ക്ക് അത് മറന്നു. ശാലിനി, അയ്യോ ചായ വേണ്ട, ഒരു ഗ്ലാസ് പച്ചവെള്ളം മതി. നകുല, സംഗതി വധശ്രമാന്നേ. വധശ്രമ? IPC 307. അല്ല മനോരേട്ടാ, അവർ കേസ് കൊടുത്താ? കേസൊന്നും കൊടുത്തിട്ടില്ല. തൽക്കാലം എൻ്റെ ഹോൾഡ് വെച്ച് ഞാനത് മാറ്റി വെച്ചിരിക്കുക. മനോഹര ഓളങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ചെയ്തൊന്നുമല്ല. ആ അതെനിക്കറിയില്ലേ രാജമ്മച്ചി. ചായ എടുത്ത് വരുമ്പോൾ അറിയാണ്ട് സ്റ്റെപ്പുമെന്ന് കാല് തെറ്റി വീണതായിരിക്കൂ. അല്ലേ അല്ലേ മോളെ? നകുല, നമുക്ക് കേസും കൊണ്ടാൻ വേണ്ടി ഒന്നും ഇല്ലാണ്ട് തീർക്കുന്നല്ലേ നല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാ? ഓർക്ക് ആസ്പത്രിയിൽ കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. അത് എനിക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇത് സോൾവ് ചെയ്യുന്ന കാര്യം ഞാനേറ്റ്. ഓരോട് അന്നേരം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്ന്, കേട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? പൈസ നമുക്ക് കൊടുക്കാം, അത് പ്രശ്നമില്ല. എത്ര വരാ? ഒരു 20,000 റുപ്യ കൊടുത്താൽ സംഭവം സോൾവാ. 20,000 റുപ്യ? CT സ്കാനും അൽക്കുലത്ത് പരിപാടിയിലായിട്ട് ഒരു 25,000-ന് മേലെ പോയി എന്നാ പറഞ്ഞ്. ഞാനത് പറഞ്ഞ് 20,000 എത്തിച്ചിട്ടുണ്ട്. CT സ്കാനാ? ആ CT സ്കാൻ. മുഖം പിന്നെ തലേന്റെ ഭാഗല്ലേ. നീ എന്ത് വർത്താനം ഈ പറയുന്നത്? ആന്ന കണ്ണിന് പറ്റിയേ? അത് വരുന്ന വഴിക്കൊരു പ്രാണി അടിച്ചതാ. നല്ല ചോപ്പുണ്ടല്ലോ. മനോട്ടാ, ആ എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇപ്പൊ എടുക്കാണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യാ? അതിന് ഇപ്പം വേണം നിന്നോടാരാ പറഞ്ഞ്? ഈ വൈറ്റ് എത്തിച്ചാ മതി. വരുന്നേ എടാ മോനെ, മുലപ്പാല് കിട്ടെങ്കിൽ ഉറ്റിച്ചോ, കണ്ണിന് ബെസ്റ്റാ. എൻ്റെ ഓള് പ്രസവിക്കുന്നതിന് നിങ്ങളല്ലേ മക്കാറാക്കല്? എടാ ഒരാവശ്യം വന്നപ്പോൾ എൻ്റെ ഓളെന്നെ വേണ്ടി വന്നില്ല. എനിക്ക് ഇന്നല്ല കിട്ടേണ്ടത് ആ ഓളെ. ആ സുമതല ഓക്ക് മിസ്റ്റേക്ക് കൂടുതലാ. മോൻ കണ്ണണിക്ക് ഉമ്മ ഉറ്റിച്ചേരാം. ഓക്ക് വിശേഷമായതുകൊണ്ട് കുഞ്ഞിനിപ്പം പാല് കൊടുക്കയില്ല. കൊടുക്കാഞ്ഞ പാല് പറ്റേണ്ടതാന്ന്. ഇതെന്നാന്നറിയില്ല. നിനക്ക് ഭാഗ്യമുണ്ട്, ഓക്ക് പാലും ഉണ്ട്. നകുല, ശാന്തന്റെ മുറ്റത്ത് ചായ വെച്ചത് വലിയ പ്രശ്നമായി അല്ലേ? അതൊന്നും പറയണ്ട ഉമ്മ. ഇനി ഓളോട് ഇഷ്ടക്കേടൊന്നും കാണിക്കരുത്. വന്ന് കയറിയ പെണ്ണല്ലേ, ഓളോട് ഇനി നല്ലോണം നിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ലപ്പാ, അതെല്ലാം സോൾവ് ആയിനി. ആളിവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ദേ ഇതാണ് ആ വൈറൽ യുവതി. ഹായ്. ശാലിനിക്കയുടെ കുറെ ഫാൻസ് ഉണ്ട് ട്ടാ. സംഭവം ചോറാക്കിനെ. ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. എന്നാ ശരി, നീ വെച്ചോ. ഓ ശരി, ഗുഡ് നൈറ്റ്. കഴിഞ്ഞ എന്ത്? എന്താ വൈറൽ യുവതിക്ക് ഒരു വിമ്മിഷ്ടം? എല്ലാരും എല്ലാം അറിഞ്ഞല്ലേ നകുലേട്ടാ?
ഏയ് ആടെയുടെ 2-3 കുടുംബശ്രീക്കാരും ചായക്കടയിലും പിന്നെ ഗൾഫിലെ കുറച്ച് ആൾക്കാരും, അത്രയല്ലേ ഉള്ളൂ. അമ്മയെ ഹേമേച്ചും വിളിച്ചിട്ടുണ്ടേനു. എന്നെ കുറേ ചീത്തയും പറഞ്ഞു. ആണാ? എല്ലാവരും ഇപ്പം അങ്ങനെ പറയുന്നുണ്ടാവില്ലേ? അമ്മാരി സംഭവമല്ലേ ഞാൻ ചെയ്തു വെച്ചിനി. പിന്നെ ഈ ഒരു സംഭവം എല്ലാവരും അറിഞ്ഞില്ലേ? ചെറിയ കാര്യം എങ്ങനെ അത്? നകുലേട്ടാ, ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല. എനിക്കിത് കേട്ട് കേട്ട് മടുത്തിട്ട് എനിക്ക് എന്നെ പിടിച്ചിട്ടുണ്ടായിപ്പോയി. നിനക്ക് പിടിച്ചിട്ടുണ്ടാവുമ്പോ ഈ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ദേ ഇങ്ങനെ കേട്ട് പിടിച്ചോ. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കൽ ഇപ്പോഴേ കുട്ടികളാവാത്തേ നല്ലത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അത്രയല്ലേ ആയിട്ടില്ലോ. ഇതാവുന്നല്ല, ആയിക്കഴിഞ്ഞാലുള്ള ഓയിലിച്ചാണ് പാട്. എന്താ സൂറപ്പ അങ്ങനെ ഒരു വർത്താനോ? നല്ല ആളോടാ പറയുന്നു. മോനെ അങ്ങോട്ട് എടുത്തേ. മോനെ വേക്ക് കിടത്തല്ലേ? അതിൻ്റെ ആവശ്യമില്ല, ഓനവിടെ കിടന്നോട്ടെ. മക്കളെല്ലാം ഉറങ്ങിയാ? മാൻ്റെ അടുത്ത് ഉറങ്ങുന്നുണ്ട്. നാളെ ഞാൻ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം മറക്കണ്ട. 3 മാസമായാ? ഇനി ഒരു 6 മാസം കൂടി കഴിഞ്ഞാ വയറോയല്ലോ. എൻ്റെ വയറോഞ്ഞിട്ട് ഇങ്ങക്ക് എന്നാ വേണ്ട? എനക്കൊന്നും വേണ്ട, പക്ഷെ വയറുണ്ടാവും എന്നെ കാണാൻ ഭയങ്കര മൊഞ്ച. ഓ ഏറ്റില്ല. പിന്നെ സൂറ, ഈ സമയത്ത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ കണ്ടാ പറഞ്ഞാട്ടാ. നിക്കാഹിന് മുന്നേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് പറയട്ടെ. ഞാൻ പറ. എന്നെ ഒന്ന് തലശ്ശേരി കടപ്പുറം കാണിച്ചിരിക്ക. നീ ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ, ഇനി ഇതുകൂടി പുറത്ത് വന്നിട്ട് മക്കളെല്ലാം ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. പണിങ്ങ എന്താ സോറിയൊന്നും ഉണ്ടാത്ത? ഒന്നുമില്ല, നിങ്ങൾ എൻ്റെ വയറൊഴിയെ നോക്കിയിരുന്നു. ശാലി, ആ പ്ലേറ്റും പൈസയും എടുത്തോ. മുത്തു വന്നിട്ടുണ്ട്. നീ ആ പുയ്ത്തിയെല്ലാം മാറ്റിട്ട് നല്ല ഇട് മുത്തു. നിങ്ങളാ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ ഇങ്ങക്ക് തരുന്നെല്ലാം പുയ്ത്ത മത്തിയാന്ന്. പിന്നെയോ, നീ എപ്പം പുതിയ പുയ്യാപ്പിളെ കൊണ്ടെത്തി. ഈ മത്തിയല്ലേ പറ്റൂ, ഇടക്കല്ലേ ഈ അയക്കൂരെല്ലാം വാങ്ങി ഓരോ റഫീഖിങ് എത്തട്ടെ മുത്തു. ശരി നിക്കാഹല്ലേ ഓനെ പേരുന്ന്? ഓന് ഇരുവേനെത്തു. ഞാൻ അല്ലാ, ഇതാരാ വന്നിനി? നീ എവിടെയും പോയിനി? ഉള്ള നല്ല മീനെല്ലാം തീർന്നല്ല. തുണി ആറിടാനുണ്ടേ, അതെല്ലാം ഓളെ കൊണ്ട് ചെയ്യിക്കലല്ലേ. അതൊന്നും പറയാണ്ടിരിക്കാ നല്ലത്. ഞാൻ വാങ്ങട്ടെ. ആ രായമേച്ചി എന്തെല്ലാന്ന്? ഞാൻ ഇന്നലെ ഒറ്റക്ക് അല്ല ഓർന്നലൊക്കെ ഉണ്ടാക്കിട്ട് ഓരോ വീട്ടിൽ പോയി. മക്കളുണ്ടായിരുന്നു കളിക്കുന്നേ. രാജമച്ചി നല്ല അയില വന്നിട്ടുണ്ടേ. മതി മതി. രാജമേച്ചി, ഞാൻ നിങ്ങളെ മോളെ ഭാഗത്ത് ഓളെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഈ ചെയ്ത പോലെയേ ചെയ്യൂ. ഈ കുട്ടലുണ്ടാവുന്നത് ഉണ്ടാവാത്തത് നാട്ടാക്കറിഞ്ഞിട്ട് എന്താ കാര്യം? ആന്നെ വടക്കത്തിൽ ചെയ്യുന്നതിന് അങ്ങനെ തന്നെ വേണം. അല്ല, ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? 1 കൊല്ലം ആകാനേ. ഇനി 1 കൊല്ലം കൊടുക്കറു, 1 കൊല്ലം തന്നെ ജാസ്തിയാ. ചെലപ്പോ ഓരെന്തെങ്കിലും പ്ലാനിങ്ങിലായിരിക്കും. ആന്ന് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെയാന്ന് മാറ്റി മാറ്റി വെക്കും. പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ മുതിർന്നവരല്ലേ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അല്ലേ രാജമ്മേ? അതന്നെ. ഇന്നാ രാജമച്ചി ചൂട് വറക്കാനുണ്ട്. മാറ്റി മാറ്റി വെക്കും. പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ മുതിർന്നവരല്ലേ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അല്ലേ രാജമ്മേ? മനുഷ്യന്മാരുടെ മുഖത്തൊക്കെ പറ്റട്ടെ. അറിയാൻ ഇനി ഒരാൾ ബാക്കിയില്ല. എല്ലാവരും ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആട്ടാരം ഇട്ടത്ത് ചായ ഒഴിച്ചാ ഒരു പറയാണ്ടിരിക്കുക. കുട്ടികൾ വേണ്ടാന്നുള്ള ചിന്തയേറ്റം ഉണ്ടെങ്കിലേ ദൈവം പൊറുക്കൂല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് മനുഷ്യന്മാര് മാത്രം കൂട്ടിയാ കൂടുന്ന ഒന്നല്ല. ദൈവം തരുമ്പം മേടിച്ചില്ലെങ്കിലേ പിന്നെ വേണമെന്ന് വെച്ചാൽ കിട്ടൂല. ഓർക്കണ്ട രണ്ടാളും. അമ്മേനെ അറിയുന്നല്ലേ ഇതൊക്കെ തന്നെ കാര്യമായിട്ട് എടുക്കുന്നത്. വിട്ടുകളാ. അമ്മ എന്നാ പറഞ്ഞെന്ന് അമ്മന്റെ മോന് മനസ്സിലായിനാ? നമ്മളിതെല്ലാം അറിഞ്ഞോണ്ട് ചെയ്യുന്നെന്ന് അമ്മ പറയുന്നു.
നമ്മളെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമല്ല നകുലോട്ട ഈ അമ്മ പറയുന്നത്.